സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയിൽ 45 ക്വിന്റൽ സാധനങ്ങൾ വിൽക്കാൻ കഴിയാത്തതോടെ 4000-ലധികം റേഷൻ കടകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. 45 ക്വിന്റൽ വിറ്റാലേ 21,000 രൂപ ലഭിക്കൂ എന്നിരിക്കെ 10,000 രൂപ മുതൽ 15,000 രൂപ വരെ ലഭിക്കുന്നവരാണ് ദുരിതത്തിലായിരിക്കുന്നത്. വേതന പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടു. സെയിൽസ്മാന്റെ ശമ്പളവും കടവാടകയും സർക്കാർ നൽകണമെന്നുമാണ് ആവശ്യം. 2018 ശേഷം കമ്മീഷനിൽ വലിയ വർധന ഉണ്ടായിട്ടില്ലെന്നും 2024-25 ബജറ്റിൽ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പൂർണ്ണമായി നടപ്പായില്ല എന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. പ്രധാനപ്പെട്ട ആവശ്യം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റേഷൻ വിഹിതം വർദ്ധിപ്പിച്ച് നൽകുക എന്നുള്ളതാണ്. കാര്യം ഈ റേഷൻ വിഹിതം കുറയുന്നതിനനുസരിച്ച് ഞങ്ങളുടെ വരുമാനം കുറയും. കാരണം ഈ 45 ക്വിൻ്റൽ എത്തിക്കാൻ വേണ്ടി കേരളത്തിലെ ഒരുപാട് വ്യാപാരികൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാര്യം ഏതാണ്ട് 4000-ൽ താഴെ വ്യാപാരികൾക്ക് ഈ 18,000 രൂപ കിട്ടുന്നില്ല. അപ്പോൾ ഏതാണ്ട് 8,000-ൽ താഴെ വരുമാനം കിട്ടുന്നവരുണ്ട്. ഈ 15-നും 10-നും ഇടയ്ക്ക് വരുമാനം കിട്ടുന്നവരുണ്ട്. പിന്നെ ഈ 18 തികയ്ക്കാൻ വേണ്ടി എന്നെപ്പോലെ ഞാൻ കഷ്ടിച്ചൊക്കെയാണ് ഈ 18 ക്വിൻ്റൽ ഈ 45 ക്വിൻ്റൽ പൂർത്തിയാക്കുന്നത്. അപ്പോൾ അത്തരം വ്യാപാരികൾക്ക് ഇപ്പോൾ കടയുടെ വാടക, കറണ്ട് ചാർജ്, ഒരു സഹായിയുടെ ശമ്പളം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും മിച്ചം കാണത്തില്ല. ഗവൺമെൻറ്റിന് ഞങ്ങളുടെ ഈ അനാമലി, അതായത് ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിന് കൊടുത്ത ശുപാർശ മുഴുവനായിട്ട് നടപ്പിലാക്കി കിട്ടണമെന്നുള്ളത്. അതായത് ഈ 3,500 രൂപ കുറച്ചത് ഞങ്ങൾക്ക് അതുകൂടെ ചേർത്ത് നിങ്ങൾ വർദ്ധിപ്പിച്ച് തരണം. അല്ല പുതിയൊരു വർധന നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷമീർ ചെയ്യുന്നുണ്ട്. ഷമീർ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ റേഷൻ വ്യാപാരികളുടെ പ്രതിസന്ധി? ഗുഡ് മോർണിംഗ് ഹർഷൻ. ഏറ്റവും പ്രധാനമായ പ്രതിസന്ധി ഇവർക്ക് ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് 45 ക്വിൻ്റൽ വിൽക്കുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ റേഷൻ വ്യാപാരം പൂർണ്ണമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത്. അതിൽ താഴെ വിൽക്കുന്നവരുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവരുടെ കണക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ്: 10 ക്വിൻ്റൽ വിറ്റ് കഴിഞ്ഞാൽ ഒരു വ്യാപാരിക്ക് ലഭിക്കുന്നത് 11,700 രൂപയാണ്. അതുപോലെ 15 ക്വിൻ്റൽ വിറ്റ് കഴിഞ്ഞാൽ 13,050 രൂപയാണ്. 20 ക്വിൻ്റൽ വിറ്റ് കഴിഞ്ഞാൽ 14,400 രൂപയാണ്. അങ്ങനെയാണ് ഈ കണക്കുകൾ പോകുന്നത്. എങ്ങനെ ഒരു കണക്കുകൾ വെച്ചുകൊണ്ട് കടയിലെ ജീവനക്കാർ, സെയിൽസ്മാൻ്റെ ശമ്പളം, ഒപ്പം തന്നെ വൈദ്യുത ചാർജ് വർദ്ധിച്ചു, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ് വർദ്ധിച്ചു, കറണ്ട് ബില്ല് വർദ്ധിച്ചു. ഇതൊക്കെ വർദ്ധിപ്പിച്ചിട്ടും തങ്ങളുടെ വേതന വ്യവസ്ഥയിൽ യാതൊരു വർധനവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഈ 10 ക്വിൻ്റലും അതുപോലെ 15 ക്വിൻ്റലും ഒക്കെ സാധനങ്ങൾ വിൽക്കുന്ന റേഷൻ കടകൾ നിലവിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 3 അംഗ കമ്മീഷനെ വെച്ചുകൊണ്ട് ഇത്തരം റേഷൻ മേഖലയിലുള്ള പ്രതിസന്ധിയെ പഠിക്കുവാനായി ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ 3,500 രൂപ ഇവർക്ക് കൂട്ടി നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഈ സർക്കാർ വന്നിട്ട് അത് പൂർണ്ണമായും പാലിക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് നിരവധി സമരങ്ങൾ റേഷൻ വ്യാപാരികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലടക്കം നടത്തി. ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കം ആ സമരം ഉദ്ഘാടനം ചെയ്തയാളാണ്. പക്ഷേ ഈ സർക്കാർ വന്ന ശേഷം മന്ത്രി അനൂപ് ജേക്കബിനെ അടക്കം ഈ വ്യാപാരികൾ കണ്ടുവെങ്കിലും അത് കൂട്ടിക്കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. കഴിഞ്ഞ പ്രളയ സമയം മുതൽ 2018 പ്രളയ സമയം മുതൽ ആവശ്യപ്പെടുന്നതാണ് വേതന വർധനവ്. NFSA ആക്ട് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ റേഷൻ കടകളിൽ ഈ പോസ് സംസ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ ഈ പോസ് കൊണ്ടുവന്നതോടുകൂടി സ്ഥിരമായി കസ്റ്റമർ റേഷൻ കടയിൽ ഉണ്ടാകുന്നില്ല. അതായത് ഈ പോസ് സംവിധാനം വന്നതോടെ ഇഷ്ടമുള്ള ആൾക്ക് ഇഷ്ടമുള്ള റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങാവുന്നൊരു സംവിധാനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുകയും ചെയ്തു. അതുകൊണ്ട് സ്ഥിരമായ ഒരു കസ്റ്റമർ അവിടെ, അല്ലെങ്കിൽ സ്ഥിരമായ ഒരാൾ ഒരു റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങണമെന്നില്ല. അവർക്ക് ഏത് റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും സാധനം വാങ്ങാം. അങ്ങനെ ഒരു സാഹചര്യം കൂടി റേഷൻ കടകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് 4,000-ലധികം വ്യാപാരികൾ കണക്കുകൾ പ്രകാരം ഈ പ്രതിസന്ധി അനുഭവിക്കുന്നത്. അതായത് സെയിൽസ്മാൻ്റെ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, ഒപ്പം ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ് കൂടി, കറണ്ട് ചാർജ് കൂടി, എന്നിട്ട് പോലും യാതൊരുവിധ പരിഗണനയും തങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ പെൻഷനായി ഇവർ 1,500 രൂപയാണ് ഇവർക്ക് പെൻഷൻ ഇനത്തിൽ ലഭിക്കുന്നത്. ഇവർ പ്രതിമാസം 200 രൂപ പ്രതിമാസം വീതം അടയ്ക്കുന്നെങ്കിലും 1,500 രൂപ മാത്രമാണ് ഇവർക്ക് പെൻഷൻ ഇനത്തിൽ പോലും ലഭിക്കുന്നത്. സാമൂഹ്യ പെൻഷൻ പോലും 2,000 രൂപ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 1,500 രൂപ റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ഉടനടി വേതന വർധന
ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ ഒരു ഓണക്കാല സമയത്ത് ഒരു അടച്ചുപൂട്ടൽ ഭീഷണി റേഷൻ കടകൾ നേരിടുന്നു ഉണ്ട് എന്നാണ് സംസ്ഥാന ഭാരവാഹികൾ വിവരങ്ങൾ നൽകിയത്.